വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുക്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനെ തുടർന്ന് വയനാട്ടിൽ ബൈ ഇലക്ഷൻ വന്നാൽ വോട്ടർമാർ ജയിപ്പിച്ചോളുമെന്നും 4-5 ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലത്തിൽ എന്ത് സംഭവിക്കാനാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ വയനാട്ടിൽ കുറച്ചുകൂടി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ഇടതുപക്ഷം സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്ന് ലീഗും ആവശ്യപ്പെട്ടതായി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. ഞങ്ങൾ തന്നെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലായിട്ട് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു. മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം പ്രധാനമായിട്ടും ഉയർന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു, അത്രയും കാലം അത് മറച്ചു വെച്ചു മറ്റൊരു സ്ഥലത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടിപ്പം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണം അത്തരത്തിലാണ്. എന്താ അർത്ഥമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഒരു പല ബേസായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ കോൺഗ്രസ്സൊക്കെ വലിയ പാർട്ടികളല്ലേ, അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ. അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതിപ്പോൾ അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത്. വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമില്ല, അത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ, അല്ലാതെ BJP അധികാരത്തിൽ വരലല്ലോ. തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഇനി എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? ഇനിയിപ്പോൾ അതിനെ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി നേരത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPI ഏറ്റവും കൂടുതലും LDF ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കുറവായിരുന്നു എന്നതാണ്. ഒരു ബൈ ഇലക്ഷനിലേക്ക് വയനാട് പോവുകയാണെന്ന് തോന്നുന്നു ഏകദേശം. അത് ഒരു ചാലഞ്ച് ആവില്ലേ? അല്ല, അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അത് പറയുന്നവർ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത്. ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളും. 4ഉം 5ഉം ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പിന്നെന്ത് സംഭവിക്കാനാണ്? ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ, അത്രേ ഉണ്ടാവുള്ളൂ. 2014 അല്ല, 2024. വളരെയധികം വ്യത്യാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. കേരളത്തിലെ ജനങ്ങൾ അവസരം പാർത്തിരിക്കുകയാണ്. രാജ്യത്ത് മതസൗഹാർദ്ദവും മതേതരത്വം അപകടപ്പെടുന്നത് തടയാൻ ആവുന്നതൊക്കെ പോലും ചെയ്യും. ഒരു മെമ്പറെ പാർലമെൻറ്റിലയക്കാൻ ഒരു ചാൻസ് കിട്ടിയ അവരയക്കും, അത് പറയാൻ വേണ്ടി യാതൊരു സംശയവും എനിക്കില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുക്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.